ഗവർണറുടെ ഉത്തരവാദിത്വം എന്താണ്? ഗവർണർ എന്നതൊരു സംസ്ഥാനത്തിന്റെ തലവനാണ്. ഒരു സംസ്ഥാനത്തിന്റെ തലവൻ എന്ന് പറയുമ്പോൾ ആ സംസ്ഥാനത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളുടെയും, ഹിന്ദുക്കളുടെ, മുസ്ലിങ്ങളുടെ, ക്രിസ്ത്യാനികളുടെ, ജൈനന്മാരുടെ, ബുദ്ധ മതക്കാരുടെ, ജൂതന്മാരുടെ, മതമില്ലാത്തവരുടെ, ഇനി RSS വിശ്വസിക്കുന്ന, രാജ്യസ്നേഹത്തിൽ വിശ്വസിക്കാത്ത ആളുകളുടെ, അങ്ങനെ എല്ലാവരുടെയും ഉള്ള ഒരു സംസ്ഥാനത്തിന്റെ തലവനാണ് ഗവർണർ. അപ്പോൾ ആ ഗവർണർ ഒരിക്കലും ഇതാണ് നിങ്ങളുടെ ഒരു ചിഹ്നം, ഇതിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറയാൻ പാടില്ല. ഗവർണർ ഒരു രാജാവല്ല, ഇതൊരു രാജഭരണ കാലമല്ല. 1947 സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യമാണ്. പിന്നീട് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഒരു രാജ്യമാണ്. സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായ ഒരു രാജ്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത് ആചരിക്കണം, നിങ്ങൾ ഇതിന് പിറകെ വരണം, നിങ്ങൾ ഈ ഒരു ഭാരതാംബ സങ്കല്പവുമായി മുന്നോട്ട് പോകണം എന്നൊക്കെ ഗവർണർ നിർബന്ധിക്കുന്നത് തീർച്ചയായും ഗവർണറുടെ ഉത്തരവാദിത്വം എന്താണോ അത് നിർവഹിക്കാതെ ഗവർണർ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ ഒരു മടിയുമില്ല. ഏതായാലും നേരത്തെ നമുക്കറിയാം, സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ടുകളിലായാലും പൂഞ്ചി കമ്മീഷൻ റിപ്പോർട്ടിലായാലും ഒക്കെ തന്നെ ഒരു ഗവർണർ എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല എന്നത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വിരുദ്ധമായാണ് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പ്രവർത്തിക്കുന്നത് എന്നത് ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്.